കാരാകുർശി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സൗജന്യ കരാട്ടെ പരിശീലനം സംഘടിപ്പിച്ചു. കാരാകുർശി ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് 30-ൽ പരം കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം നൽകി. വാർഡ് മെമ്പർ എം.ജി. രഘുനാഥ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അലി അക്ബർ അധ്യക്ഷത വഹിച്ചു. യോഗം കാരാകുർശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് നാലകത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. 26-27 വർഷത്തെ കാരാകുർശി പഞ്ചായത്തിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് കരാട്ട പരിശീലനം പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, വ്യത്യസ്തമായ പരിപാടികൾ, വളരെ അതിന്യൂനതമായ പദ്ധതികളാണ് കാരാകുർശി പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യോഗ ക്ലാസ് ഇവിടെ വായമ്പുറത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. കാരാകുർശി പഞ്ചായത്തിലെ യുവതീ-യുവാക്കൾക്ക് വേണ്ടി എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള യോഗ ക്ലാസ്. ഇനി ഇവിടെ കരാട്ട പരിശീലനമാണ്. അതുപോലെ തന്നെ നമ്മുടെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനാണ് ഈ ഭരണസമിതിയുടെ തീരുമാനം. ഇവിടെ കരാട്ടയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് സൗജന്യ യൂണിഫോം ഇതിൻ്റെ പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യ യൂണിഫോം കൊടുക്കുകയാണ്. അതുപോലെ അവർക്കുള്ള ഭക്ഷണ കാര്യങ്ങളിൽ അതും തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആരോഗ്യമുള്ള ഒരു യുവജനതയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഭരണസമിതിക്കുള്ളത്. കാരാകുർശി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും യുവാക്കളും ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവുമുള്ള ഒരു യുവതലമുറ ഭാവിയിൽ വളർന്നു വരേണ്ടതുണ്ട്. അതിനുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. അത് ഇനി മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ യുവാക്കളുടെ അതുപോലെ വിദ്യാർത്ഥികളുടെ വനിതകളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാസിം കോലാനി, കരാട്ടെ ട്രെയിനർ അനുപ്രിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അമൽ നന്ദിയും പറഞ്ഞു. 30-ൽ പരം കുട്ടികൾക്ക് യൂണിഫോമും പോഷകാഹാരവും നൽകുകയും ചെയ്തു. ഒരു കാലം മടക്കി വെച്ച് ഒരു കാലം മടക്കി സത്യസന്ധമായ വാർത്തകൾ യഥാസമയം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താൻ ന്യൂസ് മണ്ണാർക്കാട് ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.